ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വീണ്ടും ഒരു കമ്പോസ്റ്റ് നിർമ്മാണത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡില് നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല ഒരു എപ്പിസോഡ് നിങ്ങളെല്ലാം സ്വീകരിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ ട്രൈക്കോഡർമ കമ്പോസ്റ്റിനെ കുറിച്ചാണ്, അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ വേറൊരു കമ്പോസ്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായി, മണ്ണിര കമ്പോസ്റ്റിനെ കുറിച്ചാണ്. അപ്പം ധാരാളം ആൾക്കാർ എങ്ങനെയാണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞങ്ങൾ പുതുതായിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പൊ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പൊതുവേ പറഞ്ഞാൽ കൃഷിക്ക് ഏറ്റവും നല്ല ജൈവവളം എന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ്, കമ്പോസ്റ്റുകൾ തന്നെയാണ്. അതിൽ മണ്ണിര കമ്പോസ്റ്റിനും സുപ്രധാനമായ ഒരു പങ്കുണ്ട്. അപ്പം മണ്ണിര കമ്പോസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഞാൻ അന്ന്, അതുപോലെ തന്നെ പിന്നെ ചകിരിച്ചോർ കമ്പോസ്റ്റിന്റെ കാര്യം പറഞ്ഞു, EM കമ്പോസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആണ് വിശദമായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ കമ്പോസ്റ്റ് വളങ്ങളാണ് കൃഷിക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട കമ്പോസ്റ്റ് തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന രീതിയാണ് മണ്ണിര കമ്പോസ്റ്റ്. മറ്റു കമ്പോസ്റ്റുകളെല്ലാം സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നതാണ്. അതായത് ബാക്ടീരിയ, അമീബ, ഫംഗസ് അങ്ങനെയൊക്കെയുള്ള ജീവികൾ ഈ ജൈവവസ്തുക്കളെ ജീർണിപ്പിച്ചുണ്ടാക്കുന്ന വസ്തുക്കളെയാണ് കമ്പോസ്റ്റ് വളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജൈവവസ്തുക്കളെ തിന്നിട്ട് അതിന്റെ വിസർജ്യം, അതാണ് മണ്ണിര കമ്പോസ്റ്റ്. അപ്പം പ്രത്യേകതരം മണ്ണിരകളുണ്ട്. നമ്മളുടെ ഏത് ജൈവവസ്തുക്കളെയും ആഹരിച്ച് അതിന്റെ എക്സ്ക്രീഷനായിട്ട് പുറത്തു വരുന്ന കമ്പോസ്റ്റ് ഏറ്റവും ഉത്തമമായ ഒരു ജൈവവളമാണ്. അപ്പൊ മണ്ണിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ മണ്ണിരകളല്ല, നമ്മുടെ സാധാരണഗതി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന നാടൻ മണ്ണിരകളല്ല ഇതിനുപയോഗിക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റിന് പ്രത്യേകതരം മണ്ണിരകളുണ്ട്. അതിലൊരു മണ്ണിര ഒരു ആഫ്രിക്കൻ വംശജനാണ്, യൂഡ്ലസ് യുജീനിയ എന്നാണ് അതിന്റെ പേര്. യൂഡ്ലസ് യുജീനിയ എന്നൊക്കെ പേര് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. അതൊരു തരം നല്ല ഒരു മണ്ണിരയാണ്. ഈ മണ്ണിര എന്തും തിന്നും. പിന്നെ അതിന്റെ സഞ്ചാരം ഉപരിതലത്തിൽ കൂടെയാണ്. ഉപരിതലത്തിൽ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഒത്തിരി ആഴങ്ങളിലേക്ക് പോകത്തില്ല, ഉപരിതലത്തിൽ വസിക്കുന്ന ഒരു തരം മണ്ണിരയാണ് ഈ യൂഡ്ലസ് യുജീനിയ. അപ്പം അത്തരം മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സിമെന്റ് തൊടികളില്, പിന്നെ സിമെന്റ് ടാങ്കുകളില്, അതേപോലെ തന്നെ ഫൈബർ, ഇപ്പൊ റെഡിമെയ്ഡ് ടാങ്കുകൾ കിട്ടും ഫൈബറിന്റെ, അത്തരം ടാങ്കുകളിലൊക്കെ നമുക്ക് എന്ത് ജൈവവസ്തുക്കളെയും നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ആക്കി മാറ്റാം. അപ്പൊ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എന്റെ പുറകിൽ കാണുന്ന ഒരു മണ്ണിര കമ്പോസ്റ്റ് ടാങ്കാണ്. ഈ ടാങ്ക് ഏതാണ്ട് 3/4 മീറ്റർ ഉയരമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ആഴം 3/4 മീറ്ററും വീതി നീളവും നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ എടുക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു സിമെന്റ് ടാങ്ക് എടുത്താൽ ഇതിനകത്ത് നമുക്ക് കുല വെട്ടിയ ശേഷമുള്ള വാഴത്തട, ഈ വാഴത്തട എന്ന് പറയുന്നത് ഒന്നാം തരം ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ പൊട്ടാഷ് ഏറ്റവും കൂടുതലുള്ള ഒരു വളമാണ് വാഴത്തട. അപ്പൊ കുല വെട്ടിയ ശേഷം പല കൃഷിക്കാരും, വാഴ കൃഷിക്കാരൊക്കെ ഈ വാഴത്തട വെറുതെ കളയാണ്. പക്ഷെ അത് വീണ്ടും സമ്പുഷ്ടീകരിച്ച് നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. ഈ ഇത്തരത്തിലെ മണ്ണിര കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്കത് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരം വാഴത്തടകള്, കരിയില, മറ്റ് ചപ്പുചവറുകൾ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ ടാങ്കിലിടാം. അപ്പം ഇതില് ടാങ്കിൽ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 8 കുട്ട ജൈവവസ്തുക്കൾക്ക് 1 ഭാഗം ചാണകം കുഴമ്പാക്കി ഒഴിക്കണം. കുഴമ്പാക്കി ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ടാങ്ക് നിറക്കണം. അപ്പം നമുക്കൊരു 100 കിലോ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കില് നമുക്കൊരു ഏകദേശം 80 കിലോളം നമുക്ക് ജൈവവസ്തുക്കളും 20 കിലോ എങ്കിലും ചാണകവും എന്നുള്ള ആണ് കണക്ക്. പക്ഷെ അത് അടുക്കടുക്കായിട്ടാണ്. അപ്പോൾ ഒരു ലെയർ നമ്മൾ ജൈവവസ്തുക്കൾ ഇട്ടു, കുറച്ച് ചാണകം കുഴമ്പാക്കി ഒഴിക്കുന്നു, വീണ്ടും ജൈവവസ്തുക്കൾ ഇടുന്നു, വീണ്ടും നമ്മൾ ചാണകം കുഴമ്പാക്കി ഒഴിക്കുന്നു. അങ്ങനെ ടാങ്ക് നിറയണം. ടാങ്ക് നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്വാഭാവികമായിട്ടുള്ള ജീർണനം ഇതിനകത്ത് നടക്കുന്നുണ്ട്, അണുജീവികളുടെയൊക്കെ. അപ്പൊ ഈ ജൈവവസ്തുക്കൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ജീർണനം നടക്കും. ആ ജീർണനം നടക്കുമ്പോൾ ഇതിനകത്തൊരു ചൂടുണ്ടാവും. ഈ ചൂടുള്ളത് കൊണ്ട് ഉടനെ നമുക്ക് ഈ പറയുന്ന മണ്ണിരകളെ ഇതിനകത്ത് നിക്ഷേപിക്കാൻ പാടില്ല. ഈ ചൂടൊക്കെ കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുക, നമ്മൾ വെള്ളം ഒഴിക്കുക, അടികൂട്ടി ഈ ജൈവവസ്തുക്കൾ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം, നിറഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഇട്ട് നോക്കണം ഇതിനകത്ത് നമുക്ക് ചൂടുണ്ടോ, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. ചൂട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജോലിക്കാരെ ഇതിനകത്ത് വിടാവൂ. ജോലിക്കാരെന്ന് പറയുമ്പോൾ മണ്ണിരകളെ, യൂഡ്ലസ് യുജീനിയ, അതായത് 100 കിലോ ഉള്ള ജൈവവസ്തുക്കൾക്ക് ഏതാണ്ട് 1 കിലോ യൂഡ്ലസ് യുജീനിയയുടെ മണ്ണിരകളെ വേണ്ടി വരും. അപ്പൊ അതിനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതുപോലെ വെള്ളം കൊടുക്കണം, ഇളക്കി മറിക്കണം. അങ്ങനെ ഒരു
10-40 ദിവസം ഈ ജൈവവസ്തുക്കൾ ഈ ടാങ്കിലിട്ടാൽ ഒന്നാന്തരമായിട്ട് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് കിട്ടും. പിന്നെ വേറൊരു സാധനം കൂടെ കിട്ടും. ഈ ടാങ്കിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ടാപ്പ് വെച്ചാൽ വെർമി വാഷ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. വെർമി വാഷ്, അതായത് ഇതിലെ അധികം ഈ ജീർണം നടക്കുമ്പോൾ ഉള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും അടിക്ക് അധികമായിട്ട് വരുന്നത് ഊസൗട്ടായിട്ട് നമുക്ക് പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതിനെ വെർമി വാഷ് എന്ന് പറയും. വെർമി വാഷ് ഇതേപോലെ 3-4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് പച്ചക്കറി ഗ്രോബാഗ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഏത് കൃഷിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഒരു വളമാണ്. അപ്പം മണ്ണിര കമ്പോസ്റ്റും കിട്ടും, അതേസമയം വെർമി വാഷും കിട്ടും. 2 തരം വളം ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മണ്ണിരകൾക്ക് കുറെ ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അതിന്റെ ഒരു പ്രധാന ശത്രുവാണ്. അപ്പൊ ഈ ഉറുമ്പ് ടാങ്കിലേക്ക് കയറാതിരിക്കാൻ നമ്മൾ ടാങ്കിൽ ഇതേപോലെ ഒരു വെള്ളപ്പാത്തി ഉണ്ടാവണം. ഈ വെള്ളപ്പാത്തി ഉണ്ടെങ്കിൽ ഈ ഉറുമ്പുകൾ ഇതിനെ മറികടന്ന് ഈ വെള്ളത്തെ മറികടന്ന് ഈ ടാങ്കിലേക്ക് വരത്തില്ല. അപ്പൊ ഈ വെള്ളപ്പാത്തിയിൽ എപ്പോഴും 24 മണിക്കൂറും വെള്ളമുണ്ടെങ്കിൽ ഇതിലേക്ക് ഉറുമ്പ് കയറത്തില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പറമ്പിലൊക്കെ നോക്കിയാൽ രാവിലെയൊക്കെ മുറ്റത്തൊക്കെ നോക്കിയാൽ ഉറുമ്പുകൾ ഇങ്ങനെ കൊടിമരം പോലെ മണ്ണിരകളെയും കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഉറുമ്പിന്റെ ഏറ്റവും വലിയ ഭക്ഷണമാണ് നമ്മുടെ മണ്ണിരകൾ. പിന്നത്തെ ശത്രു എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. നമ്മൾ ഇതുപോലെ ടാങ്ക് ഉണ്ടെങ്കിൽ പച്ച നെറ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കിടണം. പക്ഷികൾ ഇതിനകത്ത് വന്ന് മണ്ണിരകളെ കുത്തിക്കൊണ്ടുപോകും. പിന്നെ എലികളാണ്. എലികൾ വരാതിരിക്കാനും പിന്നെ പാമ്പ്, ചേര പോലെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. അതൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇത് കവർ ചെയ്തിടണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയുമാണ്. ഇപ്പൊ മണ്ണിര ഈ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ മേൽമൂടി ഉണ്ടാവണം. ഇതേപോലെ മേൽമൂടി എന്തിനാന്ന് വെച്ചാൽ കടുത്ത വെയിലും മഴയും ഈ ടാങ്കിൽ വീഴാൻ പാടില്ല. അപ്പൊ നമ്മള് സിമെന്റ് തൊടി കൊണ്ടിട്ട് വട്ടത്തിലുള്ള സിമെന്റ് ടാങ്കുകൾ തൊടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല. അതിൽ നമുക്ക് ഉണ്ടാക്കുമ്പോഴും അതിന് മേൽപ്പിരി ഉണ്ടാവണം. വശങ്ങള് നമുക്ക് ഇതുപോലെ പച്ച ഷീറ്റ് കൊണ്ട് നല്ലപോലെ ബന്ധവസാക്കണം. പിന്നെ ഈ ഉറുമ്പ് കയറാതിരിക്കാനുള്ള സംവിധാനം വേണം. അതുപോലെ വെർമി വാഷ് നമുക്ക് എടുക്കാനുള്ള സംവിധാനവും ഈ ടാങ്കിനുണ്ടാവണം. അപ്പം ഇത്തരം ഒരു ടാങ്ക് ഉണ്ടാക്കുന്നതിന് കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് സബ്സിഡി ഉണ്ട്. അത് ഏത് അളവിലാണ് ഉണ്ടാക്കുന്നതെന്ന് അടിസ്ഥാനത്തിൽ പ്രത്യേകതരം സ്കീമുകളൊക്കെ ഉണ്ട്. നാഷണൽ ഹോർട്ടിക്കൾച്ചർ സ്കീം എന്ന് പറയുന്ന അതിന്റെ MOU ആയിട്ടുള്ള SHM സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സബ്സിഡികൾ നമുക്ക് കൃഷിഭവൻ വഴി കിട്ടും. അപ്പൊ ഇത്തരത്തിൽ വീട്ടിൽ നമ്മൾ പാഴായി പോകുന്ന ഇതേപോലുള്ള വാഴകൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. കരിയിലകൾ ഉപയോഗിക്കാം. അതുപോലെ എന്ത് ജൈവവസ്തുക്കളും. പിന്നെ ഇതിന് അത്യാവശ്യം വേണ്ട ചാണകം കുഴമ്പാക്കി ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പം ചാണകവും ഈ ജൈവവസ്തുക്കളും കൂടെ ചേർന്ന് ഒന്നാം തരം ജൈവ വളങ്ങളിലെ ഏറ്റവും മികച്ച ഒരു ജൈവവളം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ പേരാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിൽ എന്ത് ഇടാമെന്ന് പറഞ്ഞെങ്കിലും വേറെ ചില കാര്യങ്ങൾ ഇടരുത്. പ്ലാസ്റ്റിക് വീഴരുത്, കുപ്പിമുറി വീഴരുത്, അതുപോലെ നമ്മുടെ ഉപ്പ്, എണ്ണ ഇതുപോലുള്ള സാധനങ്ങളൊന്നും, അതായത് മണ്ണിരകൾക്ക് ഹാനികരമായിട്ടുള്ള ഒരു സാധനവും ഇതിനകത്ത് വീഴരുത്. നമുക്ക് വേണമെങ്കിൽ പിന്നെ തേങ്ങയുടെ തൊണ്ട് വരെ ഇടാം. പക്ഷെ തൊണ്ടൊക്കെ ഇട്ടാൽ 10-60 ദിവസമെങ്കിലും വേണം അത് തിന്നു തീർക്കാൻ. നമ്മള് ഹാർഡായിട്ടുള്ള ചകിരിയല്ലേ, അത് ദഹിച്ച് തരുന്ന പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇത് ആയോ എന്നറിയാൻ ഏതാണ്ട് 1.5-2 മാസം കഴിയുമ്പോൾ നമ്മൾ മുകൾ ഭാഗം ചിലപ്പോൾ ഇതേപോലെ കിടക്കും. ഇത് ഇത്തിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് വാരി നോക്കുക. വാരി നോക്കുമ്പോൾ പൗഡർ പോലെ ആയിട്ടുണ്ടെങ്കിൽ അത് പാകമായി എന്നാണ്. ആ പാകമായത് നമുക്കിനി മണ്ണിര കമ്പോസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ അരിപ്പയിൽ ഈ മണ്ണിര കമ്പോസ്റ്റ് വാരി ഇടുക. ഇട്ടിട്ട് ഇടയുമ്പോൾ നമുക്ക് താഴെ കമ്പോസ്റ്റ് കിട്ടും, മുകളിലെ മണ്ണിരകളും കിട്ടും. മണ്ണിരകളെ വീണ്ടും നമ്മൾ അടുത്ത ടാങ്കിലേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് 3-4 ടാങ്ക് ഉണ്ടെങ്കിൽ അടുത്ത ടാങ്കിലേക്ക് ആ മണ്ണിരയെ നമുക്ക് വിടാം. അപ്പൊ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേർതിരിച്ചെടുക്കാൻ അരിപ്പ കൊണ്ട് ആണ് നമ്മൾ ഇടഞ്ഞാണ് എടുക്കുന്നത്. അപ്പൊ അരിപ്പയുടെ മുകളിലെ ദഹിക്കാത്ത ഭക്ഷണ വസ്തുക്കൾ, അതിന്റെ ഭക്ഷണ വസ്തുക്കൾ, നമ്മുടെ വേസ്റ്റ്, അതോടൊപ്പം തന്നെ മണ്ണിരകളും കിട്ടും. കമ്പോസ്റ്റ് മാത്രം താഴെയും കിട്ടും. അപ്പൊ അത്തരത്തിലാണ് നമ്മൾ ഇതിനെ വേർതിരിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ മൊത്തം കൂടെ വാരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിയിലേക്ക് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് മൊത്തത്തിൽ ടാങ്കിൽ നിന്ന് എടുത്ത് പുറത്ത് ഇതുപോലെ ഷീറ്റിലിട്ടിട്ട് കൂനയാക്കിയിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ പിന്നെ ഇതിന്റെ താഴോട്ട് തന്നെ നമുക്ക്
ഈ മണ്ണിരകളെല്ലാം ഏറ്റവും താഴേക്ക് പോകും. അപ്പൊ മുകളിൽ നിന്നുള്ള നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ശേഖരിക്കും. ഈ ടാങ്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേസ്റ്റ് മാത്രമാണ്, ജൈവവസ്തുക്കൾ മാത്രമാണ്. പക്ഷെ ഇതിപ്പോ പാകമായി കിടക്കുകയാണ്. ഇതാ നോക്കിക്കോ, 10-50 ദിവസം കഴിഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗം മാറ്റിക്കഴിഞ്ഞ് ഞങ്ങൾ എടുത്താണ്. ഇതേ കണ്ടില്ലേ, പാകമായ ഒന്നാന്തരം കമ്പോസ്റ്റ് ആണ്. അപ്പൊ ഈ കമ്പോസ്റ്റ് നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചാൽ നല്ല വിളവുണ്ടാകും. അല്ലാതെ ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകം ഇടലോ ചവറിടലോ അല്ല. ഇതേപോലെ ജീർണിപ്പിച്ച് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല ജൈവവളം.